നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരുചക്ര വാഹനത്തിൽ അജ്ഞാത വാഹനമിടിച്ചു. റോഡിൽ വീണ വിദ്യാർത്ഥി ലോറി കയറി ഇറങ്ങി മരിച്ചു. ഇത്തിക്കര സ്വദേശി സാജിദാണ് മരിച്ചത്. കൊട്ടിയം ദേശീയപാതയിലാണ് സംഭവം. നാടിന്റെ നവോത്ഥാന ചരിത്രത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സമൂഹം ഇന്നലകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണമെന്നും മന്ത്രി. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കമ്മാൻകുളം ചരിത്ര സ്മാരക നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഓണാട്ടുകരയെ ഭക്തിയിലും ആവേശത്തിലും ആറാടിച്ച് ചെട്ടികുളങ്ങര കുംഭഭരണി. പൂരത്തെ പോലും വെല്ലുന്ന പുരുഷാരം ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. കായംകുളം ചെങ്ങന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരക്ഷയൊരുക്കി. വിശദമായ വാർത്തകളിലേക്ക്. ഇരുചക്ര വാഹനത്തിൽ അജ്ഞാത വാഹനമിടിച്ച് റോഡിൽ വീണ വിദ്യാർത്ഥി ലോറി കയറി ഇറങ്ങി മരിച്ചു. കൊട്ടിയം ദേശീയപാതയിലാണ് സംഭവം. ഇത്തിക്കര സ്വദേശി ജലീലിന്റെ മകൻ 19 വയസ്സുള്ള സാജിദാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കൊട്ടിയം ദേശീയപാതയിൽ ദാരുണമായ അപകടമുണ്ടായത്. കൊട്ടിയം കിംസ് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഭവം. കരിക്കോട് TKM കോളേജിലെ വിദ്യാർത്ഥിയാണ് സാജിദ. കോളേജിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ പോകവേ മറ്റേതോ വാഹനം സാജിദിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ സാജിദ് എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊട്ടിയം ഭാഗത്തേക്ക് വന്ന നാഷണൽ പെർമിറ്റ് ലോറി സാജിദിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ സാജിദിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 126ാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ചവറയിലെ കുമ്പളം സ്മാരകത്തിൽ പുഷ്പാർച്ചന, പ്രാർത്ഥന തുടങ്ങിയവയും നടത്തി. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 126ാമത് ജന്മദിനാഘോഷം ചവറയിൽ സംഘടിപ്പിച്ചു. ചവറയിലെ കുമ്പളം സ്മാരകത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള, KC രാജൻ, അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, സന്തോഷ് തുപ്പാശ്ശേരിൽ, ജയചിത്ര, പന്മന ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ്, പ്രസന്നൻ ഉണ്ണിത്താൻ, നൌഫൽ, മാമൂലയിൽ സേതുകുട്ടൻ, പ്രൊഫസർ C ശശിധരക്കുറുപ്പ്, ഗോപി S കൃഷ്ണൻ, ഡോക്ടർ ജയചന്ദ്രൻ, പ്രസന്നൻ പിള്ള, ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15 വലിയ സമ്മേളനത്തോടുകൂടി ആഘോഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ പ്രതിമ അനാച്ഛാദനം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഒടുവിൽ ഈ മാസം 26-ാം തീയതി രാവിലെ 10 മണിക്കാണ് പ്രതിമ അനാച്ഛാദനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് അതിനോടനുബന്ധിച്ച് ഒരു പൊതുസമ്മേളനവും മറ്റും നടക്കുന്നത് കൊണ്ടാണ് 26 എന്ന് പറയുന്ന വളരെ അടുത്ത തീയതി ആയതുകൊണ്ടാണ് ഇന്ന് വലിയ സമ്മേളനം ഒഴിവാക്കി നമ്മൾ പ്രാർത്ഥനയും ഈ ജന്മദിന പരിപാടികൾ ഒരുക്കിയത്. നമുക്ക് ഒരു പ്രതിമ കാലങ്ങളായി ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്ന, പണ്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കഴിയുന്ന ഈ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും അത് മഹാപുരുഷനുള്ള നമ്മുടെ ആദരവാണ്. ഈ ആദരവ് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ഉദ്യോഗത്തിൽ നല്ല പ്രവർത്തനത്തിന്, മാതൃകാപരമായ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ മാസം അവസാനം കുമ്പളം സ്മാരകാങ്കണത്തിൽ കുമ്പളത്ത് പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങും നടക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ചക്കിട്ടയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ വാർഷികാഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ചക്കിട്ടയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സ്കൂൾ വാർഷികവും നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. YS സമദ് മെമ്മോറിയൽ സ്മാർട്ട് അംഗൻവാടി എന്ന നാമകരണത്തിലാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം പൂർത്തീകരിച്ച് അവിടെ നമ്മൾ TV, പുതിയ കുട്ടികൾക്ക് കാണാനുള്ള TV വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരിക്കാൻ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ ചെയർ കണ്ടുകൊണ്ടാണ് ഞാൻ അതേ സൈസുള്ള ചെയറും ടേബിളും ഒക്കെ വരുത്തി അതിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. AC ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അത് വാങ്ങിച്ച് വെക്കേണ്ടതായിരുന്നു. ഇച്ചിരി വിഷയം കൊണ്ട് നമ്മൾ വെക്കാതെ മാറിയതാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അംഗൻവാടികളുണ്ട്. നമ്മുടെ അംഗൻവാടികൾ വരുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ അനുസരിച്ചാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് നടക്കുന്ന പ്രവേശനത്തിൽ നമ്മുടെ അഡ്മിഷൻ നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 17 വിദ്യാലയത്തിന്റെ തുടക്കം എന്നുള്ള നിലയിലാണ് 42 അംഗൻവാടികൾ മൈനാഗപ്പള്ളി പഞ്ചായത്തിലുണ്ട്.
SMC ചെയർപേഴ്സൺ കെ ഷൈനി അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക എസ് ശ്രീകല സ്വാഗതം പറഞ്ഞു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി ഗോപകുമാറിനെ ആദരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി LSS ജേതാവിനെ അനുമോദിച്ചു. കലോത്സവ പ്രതിഭകളെ ഗ്രാമപഞ്ചായത്ത് അംഗം വൈ ഷഹുബാനത്ത് അനുമോദിച്ചു. ചവറ AEO പി സജി ശാസ്ത്രമേള പ്രതിഭകളെയും ചവറ സബ് ജില്ലാ ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ പാചക തൊഴിലാളികളെയും ആദരിച്ചു. മൈനാഗപ്പള്ളി BRC കോർഡിനേറ്റർ G പ്രദീപ് കുമാർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. രാധാകൃഷ്ണപിള്ള, PS സുനിൽ, Y നജീം, S സൂര്യ, ദിവ്യ, ഫൗസിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നാടിന്റെ നവോത്ഥാന ചരിത്രത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കമ്മാൻകുളം ചരിത്ര സ്മാരക നിർമ്മാണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹം ഇന്നലകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണമെന്നും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരാകുന്ന സംസ്ഥാനമാകും കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുളം നികത്താതെ നിലനിർത്തി പാസേജ് സംവിധാനം ഒരുക്കി. വശത്തായി ടെറാക്കോട്ടയിൽ കമ്മാൻകുളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി. കുളത്തിന്റെ നിർമ്മാണം അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ചിത്രകാരന്റെ ഭാവനയിൽ രേഖപ്പെടുത്തി. ചുറ്റും ഹാൻഡ് റെയിൽ സംവിധാനം ഏർപ്പെടുത്തി. കുളത്തിന്റെ വശങ്ങളിലായി ഞണ്ട്, മത്സ്യം, തേൾ, കൊക്ക്, കടൽക്കുതിര, ആമ മുതലായ ശില്പങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. പെരിനാട് കലാപത്തെ തുടർന്ന് അവർണർക്കെതിരെ സവർണ വിഭാഗത്താൽ ചുമത്തപ്പെട്ട കോടതി കേസുകൾ തുടർന്നു. അവർണർക്ക് കേസ് വാദിക്കാൻ സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. ഈ സമയത്ത് ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ കേസ് ഏറ്റെടുക്കുകയും പ്രതിഫലമായി പൊതുസ്ഥലത്ത് കുളം വെട്ടി നൽകാൻ ആവശ്യപ്പെട്ടു. അവർ കുളം വെട്ടി. വക്കീൽ കേസും വാദിച്ചു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ കമ്മാൻകുളം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ അധ്യക്ഷനായിരുന്നു. നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്ന കുളം ഇത് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു കുളമാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 100 വർഷം മുമ്പുള്ള കൊല്ലം എന്ന് പറയുന്നത്, 100 വർഷം മുമ്പുള്ള കേരളം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ലോകവും ഇങ്ങനെയായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകൾ 2 എണ്ണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരവും 2 കൊല്ലവും. അങ്ങനെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നായി കൊല്ലം ജില്ലയ്ക്ക് മാറാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് ഹാബിറ്റാറ്റ് പ്രോജക്ട് എഞ്ചിനീയർ നവീൻ ലാലിനെ മന്ത്രി ആദരിച്ചു. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ 2025 നവംബർ 1 പോകേണ്ടതില്ല. 2024 നവംബർ 1 ആകുമ്പോഴേക്കും നമ്മുടെ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറുമെന്നുള്ള അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. ഒരു അഭിമാനം തോന്നുന്നില്ല, അല്ലേ? കാരണം വിശപ്പ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് കാരണം എന്താണ്, ഇന്ത്യയിൽ വിശപ്പിന്റെ തോത് വർദ്ധിക്കുകയാണ്. ലോകത്ത് വിശപ്പിന്റെ തോത് വർദ്ധിക്കുക. ലോകത്താകെ വിശപ്പ് വർദ്ധിച്ചു വരുന്നു എന്നതാണ് ലോകത്തെ വിവിധ സംഘടനകൾ നടത്തിയ സർവേയിലും അതുപോലെ തന്നെ അവരുടെ യോഗത്തിലെല്ലാം ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2024 നവംബർ 1 ആകുമ്പോഴേക്കും നമുക്ക് ആ വലിയ നേട്ടം ഉണ്ടാക്കാൻ എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നവർ. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ J നജീബത്ത്, വസന്ത രമേശ്, അനിൽ S കല്ലേലി ഭാഗം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ B ജയന്തി, CP സുധീഷ് കുമാർ, S സോമൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി Y വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉൽപാദന സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി തേവലക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 35.5 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് 3 കോടി രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് 9 കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 35,52,30,121 രൂപ വരവും 35,24,36,236 രൂപ ചെലവും 27,93,855 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് അവതരിപ്പിച്ചത്. സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസം 30-ന് മുമ്പായിട്ടാണ് ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ ബഡ്ജറ്റുകളെല്ലാം അവതരിപ്പിച്ചു വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തെ പുതിയ ബഡ്ജറ്റ് ഫെബ്രുവരി മാസം 12-ാം തീയതി നടത്തുവാനുണ്ടായ സാഹചര്യം നമുക്ക് ഇവർക്കും അറിയാം. നമുക്ക് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡിക്ലറേഷൻ വരും ദിവസങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകുമെന്നതിന്റെ മുൻകരുതൽ കൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും നമ്മുടെ തനത് ഫണ്ടുകളും പ്ലാൻ ഫണ്ടുകളും ഒക്കെ നിലവിലെ സാധ്യതയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് സാന്ദർഭികമായിട്ടുള്ള ഒരു ക്രോഡീകരണത്തിലൂടെ മാത്രമാണ് ഇന്ന് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഉൽപാദന മേഖലയ്ക്ക് 1,17,50,000 രൂപയും സേവന മേഖലകൾക്ക് 17,74,82,236 രൂപയും ഭവന നിർമ്മാണത്തിന് 3,84,52,036 രൂപയും ദാരിദ്ര്യ ലഘൂകരണ
ലഘൂകരണത്തിന് 9 കോടിയും പശ്ചാത്തല മേഖലകൾക്ക് 1,18,00,000 രൂപയും നീക്കിവെച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ കുഞ്ഞ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച കുളത്തിന്റെ ഉദ്ഘാടനം നടത്തി. പന്മന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലാണ് കുളം നിർമ്മിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച കാർഷിക കുളത്തിന്റെ ഉദ്ഘാടനം നടത്തി. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കുളങ്ങൾ ഇങ്ങനെ കുഴിക്കുന്നതുകൊണ്ട് ഒരുപാട് നന്മയുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഈ കുളങ്ങൾ കുഴിക്കുമ്പോൾ പരിസരത്തുള്ള കിണറുകളിലെല്ലാം വെള്ളം വറ്റാതെ നിൽക്കും. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഇനിയും ഇവിടെ ഇതേണക്ക് കുളങ്ങൾ തരാൻ ആഗ്രഹമുള്ള എന്ന് വെച്ചാൽ വസ്തുക്കൾ വിട്ടുതരാൻ, കുളം ചെയ്യാൻ വസ്തുക്കൾ വിട്ടുതരാനുള്ളവരുണ്ടെങ്കിൽ അവരോട് ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഭൂപ്രദേശത്തുള്ള നീരുറവ പറ്റാതിരിക്കും ഇങ്ങനെയുള്ള കുളങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഇതിലുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുടെ പ്രവർത്തനം മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അടുക്കും ചിട്ടയോടെയും ക്രിയാത്മകമായും ഇവിടെ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ശ്രീ ജോർജ് യാക്കോമർ പഞ്ചായത്തിൽ വന്നാൽ ആദ്യം നടന്നു നീങ്ങുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസിലേക്കാണ് നടന്നു വരുമ്പോഴേ നജ്മ സക്കീറെ എന്നും വിളിച്ചോണ്ടാണ് കയറുന്നത്. എന്ത് പദ്ധതി ഉണ്ടെങ്കിലും അത് എൻ്റെ വാർഡിൽ തന്നെ തുടങ്ങണേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കയറി ചെല്ലുന്നത്. ഇതൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ടും എൻ്റെ ചെവികൾ കൊണ്ടും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ വാർഡിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ സ്ഥലം കണ്ടെത്തുകയും ആ വസ്തു ഉടമയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് വളരെ ഭംഗിയായി ഈ കുളം, ഈ കാർഷിക കുളം ഇവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത്. CDS അംഗം സിന്ധു സ്വാഗതം പറഞ്ഞു. വാർഡംഗങ്ങളായ ജോർജ് ചാക്കോ, കൊച്ചറ്റയിൽ റഷീന, സുകന്യ, രാജീവ് കുഞ്ഞുമണി, മാമൂലിൽ സേതുക്കുട്ടൻ, അൻസർ, അമ്പിളി, ബ്ലോക്ക് അംഗങ്ങളായ നിഷ സുനീഷ്, മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ, ജോയിന്റ് BDO അമ്പിളി, വിശാൽ, ശാരിക, സക്കീർ, നജ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചാത്തനാംകുളം ചന്ദനത്തോപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ അടിസ്ഥാന റോഡ് വികസനത്തിൽ കൊല്ലം MLA M മുകേഷ് തികച്ചും പരാജയപ്പെട്ടുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വണ്ടി സാധനം കൊണ്ടുവരുന്നത് തൊട്ട് ടൗൺ ഹാൾ നവീകരിച്ചത് തൊട്ട് മുഴുവൻ ദൂർത്ത് സമസ്ത മേഖലയിലും CPMന്റെ അധീനതയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ദൂർത്ത് മാത്രം നടക്കുമ്പോൾ ഇതിനെയെല്ലാം ഏകോപിപ്പിക്കേണ്ട ഒരു പ്രദേശത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ സഞ്ചാരയോഗ്യവും വിശാലവുമായ റോഡുകളാണ് ആവശ്യം. മണ്ഡലത്തിൽ അത്തരം ഒരു റോഡിന്റെ പോലും നിർമ്മാണം നടന്നിട്ടില്ല. ചന്ദനത്തോപ്പിൽ നിന്നും കുഴിയത്തേക്കുള്ള പ്രധാനപ്പെട്ട ഈ റോഡിന് അവകാശികളായി കൊല്ലം കോർപ്പറേഷൻ, പനയം ഗ്രാമപഞ്ചായത്ത്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവർ ഉണ്ടെങ്കിലും ഏറ്റെടുത്ത പണി നടത്തുവാൻ ആരും തയ്യാറല്ല. ഇത് ഏകോപിപ്പിക്കേണ്ട സ്ഥലം MLA കാണാനാവാത്ത അവസ്ഥയിലുമാണ് ഇന്നാട്ടുകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് പനയം മണ്ഡലം പ്രസിഡന്റ് ഉനൈസ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് മോഹൻ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ചാത്തനാംകുളം, അജു ചിന്നക്കട, മണ്ഡലം പ്രസിഡന്റ് VP വിധു, നഹാസ് ഷമീർ, ശിവപ്രസാദ്, ബിലാൽ, കമറുദ്ദീൻ, ആഷിർ, ഗോപൻ, ചന്ദനത്തോപ്പ്, ബഷീർകുട്ടി, അസ്ജാദ്, അജ്മൽ, അനിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പാർപ്പിടം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ആരോഗ്യത്തിനും ശുദ്ധജലത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 20.98 കോടി രൂപയുടേതാണ് ബജറ്റ്. പാർപ്പിടം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ആരോഗ്യം, ശുദ്ധജലം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 20.98 കോടി രൂപ വരവും 20.79 കോടി രൂപ ചിലവും 18.80 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ പിള്ള അവതരിപ്പിച്ചത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മൾ ലൈഫ് ഭവന പദ്ധതി, കാർഷിക ആരോഗ്യ മേഖല, മൃഗസംരക്ഷണം, തീരവികസനം, കുടിവെള്ളം, ശുചിത്വ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ 2023-24 സാമ്പത്തിക വർഷത്തെ നീക്കിയിരിപ്പ് 10,99,253 രൂപ ഉൾപ്പെടെ 2024-25 സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന വരവ് 20,87,26,500 രൂപയും ആകെ വരവ് 20,98,25,751 രൂപയും.
പ്രതീക്ഷിക്കുന്ന ചെലവ് 20,79,44,980 രൂപ. നീക്കി ബാക്കി മിച്ചം എന്ന് പറയുന്നത് 18,80,771 രൂപ. ഭവന പദ്ധതിക്കായി 5.31 കോടി രൂപയും ശുചിത്വം, ശുദ്ധജലം എന്നിവയ്ക്കായി 94.5 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് 30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൃഷി, ആരോഗ്യം എന്നിവയ്ക്ക് 43.27 ലക്ഷം രൂപയും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് 30.64 ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമം എന്നിവയ്ക്ക് 32.38 ലക്ഷം രൂപയും വകയിരുത്തി. അംഗൻവാടി, പോഷകാഹാരം എന്നിവയ്ക്ക് 46.50 ലക്ഷം രൂപയും മത്സ്യബന്ധനത്തിനായി 13.46 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 4.50 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സജിമോൻ, സന്ധ്യാമോൾ, അപർണ അജയകുമാർ, പഞ്ചായത്ത് അംഗം പ്രദീപ് എസ് പുല്യാഴം, സെക്രട്ടറി പ്രേംശങ്കർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രീ പ്രൈമറി ജീവനക്കാർ കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം സമാപിച്ചു. മുൻമന്ത്രിയും CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ജമേഴ്സുകുട്ടിയമ്മ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓണറേറിയം കൈപ്പറ്റുന്ന അധ്യാപികമാർക്ക് മിനിമം വേതനം അനുവദിക്കുക, ജോലി ചെയ്ത കാലം സർവീസായി പരിഗണിച്ച് ജീവനക്കാർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കുക, എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി ജീവനക്കാർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഓണറേറിയം അനുവദിക്കുക തുടങ്ങി 5 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാപ്പകൽ സമരം. ഇവിടെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ജീവനക്കാരന് തൊഴിലാളിക്ക് 15,000 രൂപ കൊടുക്കണമെന്നാണ് ഇവിടെ നമ്മൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒറ്റയടി നമുക്ക് 15,000 കിട്ടിയില്ലെങ്കിലും മിനിമം വേതനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ആ തരത്തിലേക്കുള്ള നിരന്തരമായ ഇടപെടൽ നമുക്ക് നടത്തി 12,500 എന്ന് പറയുന്നത് എന്തായാലും തീരെ 35 വർഷം സർവീസുള്ള ഒരു അധ്യാപികയ്ക്ക് ഇത്രയും കുറഞ്ഞ വേതനം എന്നത് ഒട്ടും ശരിയാവില്ല. അപ്പൊ ആനുപാതികമായി വേതനത്തിൽ വർധനവ് വേണം. കേരള സ്റ്റേറ്റ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സബിത BV, സെക്രട്ടറി ഷൈല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണാട്ടുകരയെ ഭക്തിയിലും ആവേശത്തിലും ആറാടിച്ച് ചെട്ടികുളങ്ങര കുംഭഭരണി. പൂരത്തെ പോലും വെല്ലുന്ന പുരുഷാരം ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തി. കായംകുളം, ചെങ്ങന്നൂർ DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുരക്ഷയൊരുക്കിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങി. ആദ്യ കരയായ ഈഴേഴ് തെക്ക് കരയുടെ കെട്ടുകാഴ്ച കുതിരയാണ് ആദ്യം ദേവീദർശനം നടത്തി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് കരക്രമത്തിൽ ഈഴേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നീ ക്രമത്തിൽ കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങി. രാത്രി 10:30 മുഴുവൻ കെട്ടുകാഴ്ചകളും കാഴ്ചക്കണ്ടത്തിലിറങ്ങി. അഭൂതപൂർവമായ ജനസഞ്ചയമാണ് കുംഭഭരണി ദർശിക്കാനെത്തിയത്. പുലർച്ചെ 4 കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞെത്തിയതോടെ കുംഭഭരണിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കായംകുളം. നീന്തലിൽ ചരിത്രം കുറിക്കാൻ 5 വയസ്സുകാരിയും. മൈനാഗപ്പള്ളി കടപ്പ മുംതാസ് മഹലിൽ ഷെയ്ഖ് മുഹമ്മദ് മുംതാസ് ദമ്പതികളുടെ മകൾ മെഹനാസ് അലി ഷെയ്ഖാണ് നീന്തലിലെ താരം. ഷോപ്പിംഗ് പോയപ്പോൾ മോള് സാറിന്റെ പരിശീലനത്തിന്റെ ബോർഡ് കണ്ടായിരുന്നു. ബോർഡ് കണ്ടപ്പോൾ മോളാണ് പറഞ്ഞത്, അമ്മ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് നീന്തൽ പഠിക്കാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, മോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയായിരുന്നു. സിംഗപ്പെണ്ണെന്ന വിളിപ്പേരിലറിയുന്ന 5 വയസ്സുകാരി നീന്തി കയറിയത് 400 മീറ്റർ ദൂരം. ഏവരെയും അത്ഭുതപ്പെടുത്തിയാണ് മൈനാഗപ്പള്ളി കടപ്പ മുംതാസ് മൻസിലിൽ ഷെയ്ഖ് മുഹമ്മദ് മുംതാസ് ദമ്പതികളുടെ മകൾ മെഹനാസ് അലി ഷെയ്ഖ് കല്ലടയാറ് നീന്തി കടന്നത്. പടിഞ്ഞാറേക്കലട BKS ജംഗ്ഷനിലെ കടത്തുകടവിൽ നിന്നും മൺട്രോത്തുരുത്തിലെ ഓലാത്ര കടവായ ആറാട്ടുകടവിലേക്ക് നീന്തിയാണ് മെഹനാസ് ചരിത്രം കുറിച്ചത്. മാതാപിതാക്കളോടൊപ്പം ഷോപ്പിങ്ങിന് പോകുമ്പോൾ മെഹനാസിന്റെ കണ്ണിലുടക്കിയ നീന്തൽ പരിശീലനത്തിന്റെ പരസ്യ ബോർഡാണ് ഒരുപക്ഷെ ഇനി ചരിത്രത്താളുകളിൽ മെഹനാസിന്റെ പേരും എഴുതി തീർക്കുന്ന നീന്തലിലേക്ക് വഴിതെളിക്കുന്നത്. മിഠായി വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി നീന്തൽ പഠിക്കണമെന്ന ആവശ്യവുമായി മാതാപിതാക്കളുടെ ഇടയിലേക്ക് നിർബന്ധ ബുദ്ധിക്കാരിയായാണ് മെഹന കടന്നു ചെന്നത്. മകളുടെ നിർബന്ധ
നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ നീന്തൽ പരിശീലനത്തിന് പരസ്യ ബോർഡിൽ കണ്ട ഫോണിലേക്ക് വിളിച്ച് ഏർപ്പാടുകൾ ചെയ്യുന്നത്. ഭരണിക്കാവിലെ ബ്ലാക്ക് ബോർഡ് നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ മെഹന പരിശീലനത്തിനെത്തി. പരിശീലകനെ പോലും അത്ഭുതപ്പെടുത്തിയുള്ള പ്രകടനമാണ് മെഹനയെന്ന കൊച്ചുമിടുക്കി കാഴ്ചവെച്ചത്. മോള് പെട്ടെന്ന് തന്നെ നീന്തൽ സ്വായത്തമാക്കുകയും ചെയ്തു. അങ്ങനെ 20 ക്ലാസ്സാണ് നമുക്കവിടെ ആദ്യം ഉള്ളത്. അതിനുശേഷം വീണ്ടും ഒരു 20 ക്ലാസ്സും കൂടി മോള് പരിശീലനത്തിന് വന്നു. അപ്പോഴും നമുക്ക് മനസ്സിലായി മോള് നല്ല മിടുക്കിയാണെന്ന്. അങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ മോള് വന്ന് ചോദിക്കുകയായിരുന്നു, നമുക്കൊന്ന് കല്ലടയാറിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചു. അങ്ങനെ നമുക്ക് ഈ കല്ലടയാറ് നീന്തി കിടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്, ഭയങ്കരമായ ഒരു സപ്പോർട്ട് നമുക്കുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പടിഞ്ഞാറേക്കലുള്ള VKS ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നീന്തി മൺട്രോ തുരുത്തിലെ ആറാട്ട് കടവ്, പഴയ ഓലാത്ര കടവ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് നീന്തി കയറിയത്. സ്വിമ്മിംഗ് പൂളിലേക്ക് നീന്തലിന് മികവ് പുലർത്തിയ മെഹനയെ കേണൽ മെട്രോ അക്വാട്ടിക് ക്ലബിന്റെ പരിശീലകനായ സന്തോഷ് അടൂരാൻ കല്ലടയാറ്റിൽ നീന്തലിന് ഇറക്കുകയായിരുന്നു. തുടർന്ന് കല്ലടയാറ്റിൽ നീന്തിയ മെഹന 14 ദിവസം 1 മണിക്കൂർ വീതം ലഭിച്ച പരിശീലനത്തിലാണ് 400 മീറ്റർ ദൂരം നീന്തി കരകയറിയത്. പ്രദേശവാസികൾ പോലും വളരെ പ്രയാസപ്പെട്ട് നീന്തി കടക്കുന്ന കല്ലടയാറാണ് മെഹനയെന്ന കൊച്ചുമിടുക്കി നീന്തി കയറിയതെന്ന് മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മിനി സൂര്യകുമാറും ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രസന്നകുമാറും സാക്ഷ്യപ്പെടുത്തുന്നത്. സംബന്ധിച്ചിടത്തോളം നമ്മളെ കല്ലടയാറെന്ന് പറയുന്നത് ഏകദേശം 400 മീറ്ററോളം അകലമുള്ള ആ ഒരു ആറാണ് കുഞ്ഞു മിടുക്കി നീന്തി കിടന്നിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ ജനങ്ങൾക്കെല്ലാം, അതായത് നമ്മുടെ മാതാപിതാക്കളെല്ലാം കുട്ടികളെ ജലാശയത്തിലേക്ക് ഇറക്കുവാൻ മടി കാട്ടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മകളുടെ ഈ നീന്തൽ പ്രകടനം നമ്മളിവിടെ കണ്ടത്. വളരെ നിഷ്പ്രയാസമായി തന്നെ നമ്മുടെ ഈ ചെറിയ കൊച്ചുമിടുക്കി ഈ കല്ലടയാറ് നീന്തി കിടന്നിരിക്കുന്ന ദൃശ്യമാണ്. സിംഹപ്പെണ്ണെന്ന വെളിപ്പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന മെഹനാസ് അലി ഷേഖ് എന്ന കൊച്ചുമിടുക്കി നാട്ടുകാരുടെ അഭിമാനപുത്രിയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പാവുമ്പ വടക്ക് തണ്ടലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം നടത്തി. ക്ഷേത്രതന്ത്രി ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മേൽശാന്തി അഭിലാഷ് പി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പാവുമ്പ വടക്ക് തണ്ടളത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം നടത്തി. ക്ഷേത്രതന്ത്രി ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പി അഭിലാഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുനാൾ പൊങ്കാല, വിഘ്നേശ്വര തിരുവാതിര ഗ്രൂപ്പിന്റെ തിരുവാതിര, ചത്തിയറ കലാതരംഗിണിയുടെ ഡാൻസ്, നിറപറ സമർപ്പണം, ചിറക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എതിരേൽപ്പ് താലപ്പൊലി ഘോഷയാത്ര, ദീപാരാധന, ദീപക്കാഴ്ച, ആകാശക്കാഴ്ച, ഗുരുതി എന്നിവയും നടത്തി. ഫ്ലോട്ടുകൾ, വാദ്യമേളങ്ങൾ, ഗജവീരൻ തുടങ്ങിയവയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വിനീഷ് കുമാർ, ജഗദീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരുചക്രവാഹനത്തിൽ അജ്ഞാത വാഹനമിടിച്ചു. റോഡിൽ വീണ വിദ്യാർത്ഥി ലോറി കയറി ഇറങ്ങി മരിച്ചു. ഇത്തിക്കര സ്വദേശി സാജിദാണ് മരിച്ചത്. കൊട്ടിയം ദേശീയപാതയിലാണ് സംഭവം. നാടിന്റെ നവോത്ഥാന ചരിത്രത്തെ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സമൂഹം ഇന്നലകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണമെന്നും മന്ത്രി. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കമ്മാൻകുളം ചരിത്ര സ്മാരക നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഓണാട്ടുകരയെ ഭക്തിയിലും ആവേശത്തിലും ആറാടിച്ച് ചെട്ടികുളങ്ങര കുംഭഭരണി. പൂരത്തെ പോലും വെല്ലുന്ന പുരുഷാരം ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. കായംകുളം, ചെങ്ങന്നൂർ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരക്ഷയൊരുക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.